സോ റേബിസ് വൈറസ് എന്ന് പറയുമ്പം ഒരു RNA വൈറസിൻ്റെ എക്സാമ്പിളാണ്. അപ്പം നമ്മൾ ആദ്യം മോർഫോളജി വെച്ച് തുടങ്ങുമ്പം ഇവരുടെ റേബിസിൻ്റെ മോർഫോളജി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അവർക്ക് ഒരു പെക്യുലർ ഫീച്ചർ, അതായത് ബുള്ളറ്റ് ഷേപ്ഡ് വൈറസ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പം ബുള്ളറ്റ് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മോർഫോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മോർഫോളജി നോക്കുമ്പോൾ എല്ലാ വൈറസിലുള്ള പോലെ തന്നെ നമുക്കവിടെ ഒരു ലിപ്പിഡ് ബൈലെയർ കാണാം. ആ ലിപ്പിഡ് ബൈലെയറിൻ്റെ താഴെ സ്ട്രക്ചറൽ സപ്പോർട്ടിന് വേണ്ടി മാട്രിക്സ് ലെയറും കാണാം. അവിടെ മാട്രിക്സ് പ്രോട്ടീൻ ഉണ്ട്. പിന്നെ ലിപ്പിഡ് ബൈലെയറിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്ലൈക്കോ പ്രോട്ടീൻ ഉണ്ട്. പിന്നെ ജനറ്റിക് ന്യൂക്ലിയോ ക്യാപ്സിഡ് പ്രോട്ടീൻ ഉണ്ട്. ആൻഡ് ഇവിടെ LNP പ്രോട്ടീൻസ് ഉണ്ട്. ആൻഡ് ജനറ്റിക് മെറ്റീരിയലിനെ കുറിച്ച് പറയുമ്പോൾ നെഗറ്റീവ് സ്ട്രാൻഡഡ് RNA, നെഗറ്റീവ് സെൻസുള്ള സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള RNA ആണ്. അപ്പോൾ ബുള്ളറ്റ് ഷേപ്ഡ് ആണ്. പടം വരയ്ക്കുമ്പം ലിപ്പിഡ് ബൈലെയർ, അഡ്ഹെയർ ആയിട്ടിരിക്കുന്ന ഗ്ലൈക്കോ പ്രോട്ടീൻസ്, അകത്ത് മാട്രിക്സ് പ്രോട്ടീൻ, പിന്നെ ന്യൂക്ലിയോ ക്യാപ്സിഡ്, ജനറ്റിക് മെറ്റീരിയൽ, LNP പ്രോട്ടീൻസ്, അത്ര തന്നെ. ആൻഡ് അവിടുത്തെ ജനറ്റിക് മെറ്റീരിയൽ ചോദിക്കുമ്പം നെഗറ്റീവ് സെൻസാണ്, RNA സിംഗിൾ സ്ട്രാൻഡഡ് RNA ആണ്. ഇതാണ് മോർഫോളജി. ബുള്ളറ്റ് ഷേപ്പിനെ കുറിച്ച് പറഞ്ഞു. എൻവലപ്ഡ് ആണ്. പിന്നെ സിംഗിൾ സ്ട്രാൻഡഡ് നെഗറ്റീവ് സെൻസ് RNA. ആൻറ്റിജൻസ്, മെയിൻ ആൻറ്റിജൻസ് എന്ന് പറയുമ്പോൾ ലിപ്പിഡ് ബൈലെയറിലുള്ള ഗ്ലൈക്കോ പ്രോട്ടീൻ, പിന്നെ ന്യൂക്ലിയോ ക്യാപ്സിഡ്. ലിപ്പിഡ് എൻവലപ്പ് ഇസ് ലൈൻഡ് ഇന്റർണലി ബൈ ദ മാട്രിക്സ് പ്രോട്ടീൻ. മോർഫോളജി കഴിഞ്ഞു. അടുത്ത് പാത്തോജെനസിസ്. ഇപ്പം റേബിസ് എന്ന് പറയുമ്പം പേവിഷബാധയാണല്ലോ. അപ്പോൾ കൂടുതലും ഇപ്പോൾ പേവിഷതയുള്ള ഡോഗ്, നമ്മൾ പട്ടി കടിക്കുന്ന സമയത്താണ് നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻ വരുന്നത്. അല്ലാതെ ഇപ്പം നോൺ ബൈറ്റ് എക്സ്പോഷറും ഉണ്ട്. ഇപ്പം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അനിമൽസിൻ്റെ സലൈവ, അനിമൽസിൻ്റെ ആണ്, ഹ്യൂമൻസിൻ്റെ അല്ല. ഹ്യൂമൻസ് ട്രാൻസ്മിഷൻ ഇതുവരെ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ല. അപ്പം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അനിമൽസിൻ്റെ സലൈവ, അല്ലെങ്കിൽ ഇപ്പോൾ വൈറസ് ഉള്ള എയറോസെൽസിനെ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നതും, അല്ലെങ്കിൽ കോർണിയൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് നടത്തിയാലാണ് ഈ നോൺ ബൈറ്റ് എക്സ്പോഷർ വരുന്നത്. മെയിനായിട്ട് ബൈറ്റാണ്. ഇപ്പോൾ ഡോഗ്, ബാറ്റൊക്കെ ഉള്ള വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അനിമൽസിൻ്റെ ബൈറ്റ്. ഓക്കെ. പിന്നെ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഹ്യൂമൻ സലൈവയിൽ നമ്മൾ വൈറസ് ഷെഡ് ചെയ്യുമെങ്കിലും ഹ്യൂമൻ ട്രാൻസ്മിഷൻ ഇല്ല. അടുത്ത് റോ മീറ്റിങ്ങിലൂടെയോ അല്ലെങ്കിൽ റോഡൻസിൻ്റെ ബൈറ്റിലൂടെയോ പിന്നെ ഇൻഫെക്റ്റഡ് അനിമൽസിനെ പെറ്റ് ചെയ്യുമ്പോഴോ കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് അനിമൽസിന് ട്രാൻസ്മിഷൻസ് ഉണ്ടാവത്തില്ല. അവിടെ ബൈറ്റ് അല്ലെങ്കിൽ ഊസിങ് ഓഫ് ബ്ലഡൊക്കെ ഉണ്ടായാലേ ട്രാൻസ്മിഷൻസ് ഉണ്ടാവത്തുള്ളൂ. ഇനി സ്പ്രെഡ് ഓഫ് വൈറസിനെ കുറിച്ചാണ് പറയുന്നത്. സ്പ്രെഡ് ഓഫ് വൈറസ്, അതായത് എങ്ങനെ പാത്തോജെനിസിസ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏത് പാത്തോജെനിസിസ് പറയുമ്പോഴും ആദ്യം എന്ത് പറയും, നമുക്ക് എങ്ങനെയാണ് ഇൻഫെക്ഷൻ കിട്ടിയെന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു, ബൈറ്റിലൂടെ വരാം, നോൺ ബൈറ്റ് എക്സ്പോഷറിലും വരാം. സലൈവ ഓഫ് ഇൻഫെക്റ്റഡ് അനിമൽസ്, ഹ്യൂമൻസ് വരില്ല, അനിമൽസ് ആണ്. പിന്നെ എയറോസോൾസ് വഴി വരാം. പിന്നെ കോർണിയൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് വരുമ്പോഴും വരാം. ഇനി നമുക്ക് സ്പ്രെഡ് ഓഫ് ദ വൈറസിനെ കുറിച്ച് വരാം. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡോഗ് എന്താണ്, നമ്മളെ കടിച്ചെന്ന് വിചാരിക്കുക. ഒരു മസിലായിരിക്കുമല്ലോ, കയ്യിലോ കാലിലോ. അപ്പം വൈറസ് എന്താണ്, അവിടെ മസിലിൽ റെപ്ലിക്കേറ്റ് ചെയ്യും. വൈറസ് റെപ്ലിക്കേറ്റ്സ് ലോക്കലി അറ്റ് ദ സൈറ്റ് ഓഫ് ദി ഇനോക്കുലേഷൻ ഇൻ മസിൽ. എന്നിട്ട് എന്ത് വെച്ചും നമ്മുടെ മസിലിൻ്റെ മോട്ടോർ നെർവിൽ മസിലിന് സപ്ലൈ ചെയ്യുന്നത്. ഈ മസിലിൻ്റെ നമ്മളെ NMJ ഉണ്ടല്ലോ, ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ ആരുണ്ട്, കുറേ അസറ്റൈൽ കോളിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. അവിടെ ചെന്നിട്ടാണ് ഈ വൈറസ് ബൈൻഡ് ചെയ്യുന്നത്. വൈറസ് ബൈൻഡ്സ് ടു ദ റിസപ്റ്റേഴ്സ് അറ്റ് ദ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ NMJ. അവിടെ നിന്ന് വൈറസ് എന്ത് വെച്ചും മോട്ടോർ നെർവ്സിലോട്ട് സ്പ്രെഡാവും. മോട്ടോർ നെർവ്സിലോട്ട് സ്പ്രെഡായി ഡോർസൽ റൂട്ട് ഗാംഗ്ലിയ വഴി അവസാനം ഫൈനലി എവിടെ ചെന്നെത്തും, CNSൽ ചെന്നെത്തും. CNS ചെന്നതിന് ശേഷം CNSൻ്റെ പല സൈറ്റ്സിലായിട്ട് ഇവരെന്ത് ചെയ്യും, ഡിസെമിനേറ്റഡ് ആവും. മെയിൻലി ഹിപ്പോ ക്യാമ്പസിലും സെറിബലത്തിലുമാണ്
വരുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെയായിട്ട് എന്താ പറഞ്ഞത്, ഇപ്പം നമ്മൾ വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ആനിമൽ നമ്മൾ കടിച്ചു, അപ്പം ലോക്കൽ മസിലിൻ്റെ അവിടെ റെപ്ലിക്കേറ്റായി, അവിടുത്തെ NMJ നമ്മുടെ ACH റിസപ്റ്റേഴ്സിൽ പോയി ബൈൻഡ് ചെയ്തു. എന്നിട്ട് എന്താണ്, മോട്ടോർ നെർവ്സിലൂടെ സ്പ്രെഡായി ഡോർസൽ റൂട്ട് ഗാംഗ്ലിയ വഴി ഫൈനലി എവിടെ എത്തി, CNSലെത്തി. ആൻഡ് CNSലെത്തിയിട്ട് എന്തൊട്ടി, CNSൻ്റെ വേരിയസ് സൈറ്റ്സ് ഹിപ്പോക്യാമ്പസ് സെറിബെല്ലത്തിൽ ഇവിടെ ഡിസമിനേറ്റ് ആയി. ഇനി CNSൽ ചെന്നിട്ട് അവിടെ വച്ചിട്ടൊരു സെൻട്രിഫ്യൂഗൽ സ്പ്രെഡ് ഉണ്ട്. അതായത് സലൈവറി ഗ്ലാൻസ്, പാൻക്രിയാസ്, കിഡ്നി, ഹാർട്ട്, റെട്ടിന, കോർണിയ ഇതുപോലത്തെയൊക്കെ ഓർഗൻസിലോട്ട് എന്ത് പറ്റും, ഈ CNSൽ നിന്ന് സെൻസറി നെർവ്സ് വഴി അല്ലെങ്കിൽ ഓട്ടോണമിക്സ് നെർവ്സ് വഴി ഇതിലോട്ട് ഡിസമിനേറ്റഡ് ആവും, അല്ലെങ്കിൽ ഇതിലോട്ട് വൈറസ് സ്പ്രെഡ് ആവും. ആൻഡ് ഇവിടെ എല്ലാം ഈ വൈറസിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് നെർവ് വഴിയാണ് വൈറസിൻ്റെ ട്രാൻസ്മിഷൻസ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വൈറീമിയ ഡസ് നോട്ട് ഒക്കർ എന്ന് പറയുന്നത്. വൈറീമിയ ഉണ്ടാവത്തില്ല. വൈറീമിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ വൈറസ് വരുന്നതിനാണ് വൈറീമിയ എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് CNSന് സെൻട്രിഫ്യൂഗൽ സ്പ്രെഡ് വഴി ഇവിടെ സലൈവറി ഗ്ലാൻസ്, പാൻക്രിയാസ്, കിഡ്നി, ഹാർട്ട്, കോർണിയൽ, റെറ്റിനയിലൊക്കെ വരും. അപ്പം സലൈവ, ഷെഡ് ഇൻ ആനിമൽ സലൈവ. അനിമൽ സലൈവ ആണെങ്കിൽ എന്താണ്, സോഴ്സ് ഓഫ് ഇൻഫെക്ഷനാണ്. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ബ്രെയിനിൽ നമ്മുടെ സെൽസിൽ നെഗ്രി ബോഡീസിൻ്റെ പ്രസൻസ് കാണും. നെഗ്രി ബോഡി എന്ന് പറഞ്ഞാൽ ഒരു ഇൻക്ലൂഷൻ ബോഡിയാണ്. വളരെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് റേബിസ് ആണ് നെഗ്രി ബോഡീസ്. ഇത് അപൂർവയിൽ കൊടുത്തിരിക്കുന്ന ഫിഗർ ട്രാൻസ്മിറ്റ് ടു ഹ്യൂമൻസ്. കണ്ട സ്കെൽറ്റൽ മസിൽ റെപ്ലിക്കേറ്റ് ആവും. എന്നിട്ട് എന്ത് പറ്റും, അസറ്റൈൽ കോളിൻ റിസപ്റ്ററിൽ പോയി ബൈൻഡ് ആവും. അവിടുന്ന് സെൻട്രിപ്പിറ്റൽ, അതായത് ഇങ്ങോട്ട് സെൻട്രിപ്പിറ്റൽ മോട്ടോർ നെർവ്സിലോട്ട് വഴി ഡോർസൽ റൂട്ട് ഗാംഗ്ലിയൻ വഴി സ്പൈനൽ കോഡ് വഴി എവിടെ എത്തി, CNSലെത്തി. അവിടെ ചെന്നിട്ട് അവിടെ സെൻട്രിഫ്യൂഗൽ സ്പ്രെഡാണ്. അതായത് താഴ്ന്ന് മുകളിലോട്ട്, മുകളിൽ നിന്ന് താഴോട്ട് സലൈവറി ഗ്ലാൻസ്, സ്കിൻ, കോർണിയ അവിടെയൊക്കെ ആയിട്ട് സെൻട്രിഫ്യൂഗൽ സ്പ്രെഡാണ്. ഓക്കെ. അടുത്ത് നെഗ്രി ബോഡീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. എന്താണ്, ഇൻട്രാസൈറ്റോപ്ലാസ്മിക്. ഇപ്പം ഇൻക്ലൂഷൻ ബോഡീസ് നമ്മൾ ജനറൽ വൈറോളജി എടുക്കുന്ന ഇപ്പം പഠിക്കും. ഇൻട്രാസൈറ്റോപ്ലാസ്മിക് ആയിട്ടുള്ള ഇൻക്ലൂഷൻ ബോഡീസും ഉണ്ട്. പിന്നെ ഇൻട്രാന്യൂക്ലിയർ ആയിട്ടുള്ള ബോഡീസും ഉണ്ട്. അവിടെ നെഗ്രി ബോഡീസ് എന്ന് പറയുമ്പം സൈറ്റോപ്ലാസ്മിക് ഈസ്റ്റോഫിലിക് ഇൻക്ലൂഷൻസ് ആണ്. ആൻഡ് ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒരു ഈ വൈറസിൻ്റെ പ്രോട്ടീൻസും അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ്റെ കുറച്ച് സംഭവങ്ങളും ഒക്കെ ചേർന്ന് RNAയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു അഗ്രിഗേഷനാണ് ആക്ച്വലി ഇൻക്ലൂഷൻ ബോഡി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നെഗ്രി ബോഡീസ് എന്ന് പറയുമ്പോൾ ഏത് വൈറസിൻ്റെ അഗ്രിഗേഷനാണ്, പ്രോട്ടീൻസിൻ്റെയൊക്കെ അഗ്രിഗേഷനാണ്. റേബിസ് വൈറസിൻ്റെ പ്രോട്ടീൻസും വൈറൽ RNAയും കൂടെ ചേർന്നൊരു കൈൻഡ് ഓഫ് അഗ്രിഗേഷനാണ് ഈ നെഗ്രി ബോഡീസ് എന്ന് പറയുന്നത്. എവിടെ കാണുന്നത് വെച്ചാൽ ബ്രെയിൻ പാരൻകൈമയിലാണ് ഇവർ കാണുന്നത്. റേബിസ് വൈറസിൻ്റെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാത്തോളജിക്കൽ ഫൈൻഡിങ് ആണ് നെഗ്രി ബോഡീസ്. അപ്പം മോർഫോളജി കഴിഞ്ഞു, പാത്തോജെൻസിസ് കഴിഞ്ഞു. മോർഫോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് എങ്ങനത്തെ ഷേപ്പാണ്, ബുള്ളറ്റ് ഷേപ്പാണ്. പിന്നെ മെയിൻ ആൻറ്റിജൻസ് എന്ന് പറയുന്നത് ഗ്ലൈക്കോപ്രോട്ടീൻ ആൻറ്റിജൻസും ന്യൂക്ലിയോ ക്യാപ്സിഡുമാണ്. പിന്നെ പാത്തോജെനിസിസിൽ നെർവ് ഓർക്കണം, CNS ഓർക്കണം, CNS ചെയ്ത് തിരിച്ച് സെൻട്രിഫ്യൂഗൽ സ്പ്രെഡ് അത് ഓർക്കണം. എങ്ങനെയാണ് നമുക്ക് വൈറസ് കിട്ടുന്നത്, ബൈറ്റും ഉണ്ട് നോൺ ബൈറ്റും ഉണ്ട്. നോൺ ബൈറ്റ് ആണെങ്കിൽ സലൈവ, പിന്നെ എയറോസോൾസ് ഇൻഹെയിൽ ചെയ്യുന്നത്, പിന്നെ കോർണിയൽ ഇംപ്ലാന്റ്. ഇനി നമ്മൾ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഇപ്പോൾ നമ്മൾ ഇൻഫെക്റ്റഡായി നമ്മൾ ഒരു ഇൻക്യുബേഷൻ പീരീഡ് കാണുമല്ലോ, വൈറസ് എക്സ്പ്രസ് ചെയ്യുന്നതിൻ്റെ വരെയുള്ള ഒരു ഇൻക്യുബേഷൻ പീരീഡ്. ഈ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുമ്പം എബൌട്ട് 20 to 90 days ആവാം, 1 week ആവാം, ചില കേസസിൽ 19 വർഷം വരെ വരാം, 19 years വരെ മാക്സിമം പോവാം. അതേസമയം വെറും ഷോർട്ടും ആവാം. ആൻഡ് ഈ ഏർലി ഇൻക്യുബേഷൻ പീരീഡിൽ തന്നെ നമുക്കത് വൈറസ് ഇൻഫെക്റ്റഡ് ആയി എന്നുള്ള ഇതിൽ നമ്മൾ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈൽ ആക്സസ് എടുത്താൽ നമുക്ക് കംപ്ലീറ്റ്ലി ഇത് പ്രിവെൻറ്റബിൾ ആണ്. അപ്പോൾ ഇൻക്യുബേഷൻ പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഇനി ഇൻക്യുബേഷൻ പീരീഡ് പ്രൊലോങ്ഡ് ആണ്, വേരിയബിൾ ആണെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നെർവ് വഴിയാണല്ലോ ഈ നമ്മുടെ വൈറസ് അങ്ങ് CNSലോട്ട് എത്തുന്നത്. CNS തിരിച്ച് ഓരോ സ്ഥലത്തോട്ട്, ഇപ്പോൾ സെലിവറി ഗ്ലാൻസ്, ഹാർട്ട്, കിഡ്നി, പാൻക്രിയാസിലൊക്കെ സ്പ്രെഡ് ആവുന്നത്.
അത് കാരണം തന്നെ ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പം കുഞ്ഞു പിള്ളേരിൽ ഷോർട്ടർ ആയിരിക്കും, കാര്യം അവർക്ക് ഹൈറ്റ് കുറവായിരിക്കുമല്ലോ. പിന്നെ ഇപ്പം നമ്മുടെ ബൈറ്റ് കാലിൽ കിട്ടുന്നതിന് പകരം ഇപ്പം കഴുത്തിൻ്റെ അവിടെയോ അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ അവിടെയോ ഇപ്പോൾ കൈയിൻ്റെ അവിടെയൊക്കെ കിട്ടിയാൽ അവിടുത്തെ ഇൻക്യുബേഷൻ പീരീഡും കുറവായിരിക്കും. പൊക്കം കുറഞ്ഞ ആൾക്കാർക്കും കുറവായിരിക്കും. പിന്നെ ആസ് യൂഷ്വൽ ഇമ്മ്യൂണിറ്റി കുറഞ്ഞായിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് വൈറസ് എഫക്റ്റ് ചെയ്യും. ഇനി നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഫേസസ് എങ്ങനെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ സ്പെക്ട്രത്തിനെ കുറിച്ച് നോക്കാം. 3 ഫേസാണ് ഉള്ളത്. റേബീസ് വൈറസിന് 3 ഫേസാണ് നമ്മൾ പറയുന്നത്. ഒന്ന് പ്രോഡോർമൽ ഫേസ്, 2 അക്യൂട്ട് ന്യൂറോളജിക് ഫേസ്, 3 കോമ ആൻഡ് ഡെത്ത് ഫേസ്. ഓക്കെ, എന്തൊക്കെയാണ് 3 ഫേസസ്? പ്രോഡോർമൽ ഫേസ്, അക്യൂട്ട് ന്യൂറോളജിക്കൽ ഫേസ്, കോമ ആൻഡ് ഡെത്ത്. ഇനി ഫസ്റ്റ് പ്രോഡോർമൽ ഫേസ് എന്ന് പറയുമ്പം ഒരു ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷമുള്ള മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയമാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പം ഒരു 2 തൊട്ട് 10 ദിവസം വരെ പ്രോഡോർമൽ ഫേസ് നിൽക്കും. ആൻഡ് പ്രോഡോർമൽ ഫേസ് എന്ന് വെച്ചാൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള നമ്മുടെ സിംറ്റംസ്, ഇപ്പം നമ്മൾ പറയുമല്ലോ റാബീസ് വരുമ്പം മറ്റേ നുരയും പതയും ഒക്കെ വരും എന്ന് പറയുമ്പോൾ അല്ലെ സ്പെസിഫിക് സിംറ്റംസ് നമുക്കിവിടെ കാണാൻ പറ്റത്തില്ല. സാധാ ഒരു ഇൻഫെക്ഷനൊക്കെ വരുന്ന പോലത്തെ ഇപ്പോൾ ഫീവർ, അനോറക്സിയ, നോസിയ, മലേസ്, വോമിറ്റിംഗ് ഒക്കെയാണ് വരുന്നത്. പിന്നെ ഫോട്ടോഫോബിയ, വെളിച്ചത്തിൻ്റെ അടുത്തുള്ളൊരു ഫോബിയ ഉണ്ട്. സോർ ത്രോട്ട്, അബ്നോർമൽ സെൻസേഷൻസ്. പക്ഷേ നമുക്ക് കൂടുതലും നമ്മുടെ സിംറ്റംസ് ആയിട്ട് ഭയങ്കര സ്പെസിഫിക് സിംറ്റംസ് ആയിരിക്കില്ല പ്രോഡോർമൽ ഫേസിൽ കാണാൻ കഴിയുന്നത്. പ്രോഡോർമൽ ഫേസ് കഴിഞ്ഞതിന് ശേഷമാണ് ന്യൂറോളജിക്കൽ ഫേസ് വരുന്നത്, അക്യൂട്ട് ന്യൂറോളജിക്കൽ ഫേസ്. അതിൽ ഒരു 70% ആൾക്കാർക്ക്, കൂടുതൽ ആൾക്കാർക്കും എൻസെഫലിറ്റിക് ആയിട്ടുള്ള ന്യൂറോളജിക്കൽ ഫേസും 20% ആൾക്കാർക്ക് പാരലിറ്റിക് ആയിട്ടുള്ള ഫേസുമാണ് വരുന്നത്. 70% എൻസെഫലിറ്റിക് അതിന് നമ്മൾ ഫ്യൂരിയസ് എന്നും പറയും, പാരലിറ്റിക്കിന് ഡം ഫേസ് എന്ന് പറയും. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത് എൻസെഫലിറ്റിക് ഫേസിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഇത്രയും നേരെ പറഞ്ഞുകൊണ്ടിരുന്നത് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനാണ്, സ്പെക്ട്രമാണ്. പ്രോഡോർമൽ ഫേസ് പറഞ്ഞു, അക്യൂട്ട് ന്യൂറോളജിക്കൽ ഫേസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൽ രണ്ട് രീതിയിൽ പോകും. 70% ആൾക്കാർക്കും എൻസെഫലിറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രെയിനിൻ്റെ ഇൻഫെക്ഷനാണ് എൻസെഫലിറ്റിസ് എന്ന് പറയുന്നത്. ബ്രെയിനിനെ ഭയങ്കര അഫക്റ്റ് ചെയ്യുന്ന എൻസെഫലിറ്റിക് എന്ന് പറയും. പിന്നെ മറ്റേത് നമ്മൾ പാരലിറ്റിക്, അതായത് മസിൽസൊക്കെ പാരലൈസ്, റിഫ്ലക്സ് പാരലിസിസ്, അതാണ് വരുന്നത്. ഓക്കെ, അപ്പം അതിൽ ആദ്യത്തെ 70% ആൾക്കാർക്ക് വരുന്ന എൻസെഫലിറ്റിക് ഫേസ് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുമെന്ന് നോക്കാം. അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് പീരീഡ് ഓഫ് ഹൈപ്പർ എക്സൈറ്റബിലിറ്റിയാണ്. അതായത് ഭയങ്കര ആങ്സൈറ്റി, ഭയങ്കര അജിറ്റേഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി, ബിസയർ ബിഹേവിയർ, ഹാലൂസിനേഷൻസ്. 5 ഫീച്ചേഴ്സ് പറയാം. എന്തൊക്കെയാണ്? ആങ്സൈറ്റി, അജിറ്റേഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി, ഹാലൂസിനേഷൻസ്, ബിസയർ ബിഹേവിയർ. ഇതാണ് എക്സൈറ്റബിലിറ്റി. തുടക്കത്തിൽ അവർ ഭയങ്കര ആങ്സൈറ്റിയും അജിറ്റേഷൻസൊക്കെ കാണിക്കും. അത് കഴിഞ്ഞതിന് ശേഷം പീരീഡ് ഓഫ് ഹൈപ്പർ എക്സൈറ്റബിലിറ്റി കഴിഞ്ഞതിന് ശേഷം ഒരു കംപ്ലീറ്റ് ലൂസിഡിറ്റി ഉണ്ട്. ലൂസിഡിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഇത്രയും അജിറ്റേഷനും ആങ്സൈറ്റിയൊക്കെ കഴിഞ്ഞ് ഇച്ചിരി ഒരു ബോധപൂർവ്വം ഇരിക്കുന്ന ഒരു ചെറിയൊരു ഫേസാണ് ലൂസിഡിറ്റി. ഒരു മെൻറ്റൽ ക്ലാരിറ്റി ഉള്ളൊരു ഫേസാണ് ലൂസിഡിറ്റി. പക്ഷേ ഡിസീസ് പ്രോഗ്രസ് ചെയ്യുമ്പോഴും ഈ മെൻറ്റൽ ക്ലാരിറ്റി കുറച്ച് കഴിയുമ്പോൾ പോകും. അതായത് ഈ കംപ്ലീറ്റ് ലൂസിഡിറ്റി ബിക്കംസ് ഷോർട്ടർ ആസ് ഡിസീസ് പ്രോഗ്രസ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഓട്ടോണമിക് ഡിസ്ഫങ്ഷൻ നടക്കുന്നത്. ഓട്ടോണമിക് ഡിസ്ഫങ്ഷൻ നടക്കുമ്പോഴാണ് നമ്മൾ പറയത്തില്ലേ, വായിൽ നിന്നൊക്കെ പത വരുന്നു, ഭയങ്കര സലിവേഷൻ കൂടുന്നു, കണ്ണിൽ നിന്നൊക്കെ ലാക്രിമേഷൻ കൂടുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോണമിക് ഡിസ്ഫങ്ഷൻ കാരണമാണ് ഇൻഫെക്റ്റഡ് ആയ ആൾക്കാർക്ക് ലാക്രിമേഷൻ, സലൈവേഷൻ, പെർസ്പിരേഷൻ, ഗൂസ് ഫ്ലഷ്, കാർഡിയക് അരിത്മിയ ആൻഡ് പ്രിയസം വരുന്നത്. ഇതിൽ ലാക്രിമേഷൻ അറിയാം, സലൈവേഷൻ അറിയാം. പെർസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻക്രീസ്ഡ് സ്വെറ്റിംഗ് ആണ് പെർസ്പിറേഷൻ. ഗൂസ് ഫ്ലഷ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് ഒരു രോമാഞ്ചം ഭയങ്കരമായിട്ട് വരത്തില്ലേ, മുടിയൊക്കെ പൊങ്ങി, അതാണ് ഗൂസ് ഫ്ലഷ്. കാർഡിയക് അരിത്മിയ, ഹാർട്ട് ബീറ്റ്സിൻ്റെ സംഭവം, നമ്മുടെ അവിടുത്തെ ഹാർട്ടും ഡിസ്റെഗുലേറ്റഡ് ആകും. പ്രിയപ്രസം എന്ന് പറയുന്നത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഇറക്ഷനാണ്, മെന്നിൽ വരുന്ന പെയിൻഫുൾ ആയിട്ടുള്ള ഇറക്ഷൻ. ഇതൊരു about 4 hours വരെ പെയിൻഫുൾ ആയിട്ടുള്ള ഇറക്ഷൻ കാരണമാണ്. അവിടുത്തെ ബ്ലഡ് സപ്ലൈ കട്ടാവുന്നത് കാരണമാണ് ഇങ്ങനത്തെ പ്രശ്നം വരുന്നത്. പിന്നെ ഒരു 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് ഹൈഡ്രോഫോബിയ വരും, എയറോഫോബിയ വരും. ഓക്കെ, ഇത്രയുമാണ്
എൻസെഫലറ്റിക് സ്റ്റേജിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ്, പീരീഡ് ഓഫ് ഹൈപ്പർ എക്സൈറ്റബിലിറ്റി പറഞ്ഞു, ദെൻ ലൂസിഡിറ്റി പറഞ്ഞു, പിന്നെ ഓട്ടോണമിക് ഡിസ്ഫങ്ഷൻ പറഞ്ഞു. 3 കാര്യങ്ങളാണ്: എക്സൈറ്റബിലിറ്റി, കംപ്ലീറ്റ് ലൂസിഡിറ്റി ആൻഡ് ഓട്ടോണമിക് ഡിസ്ഫങ്ഷൻ. എക്സൈറ്റബിലിറ്റിയിൽ എന്താണ്, ആങ്സൈറ്റി, അജിറ്റേഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി, ബിസൈഡ് ബിഹേവിയർ, ഹാലുസിനേഷൻസ്. അതിനുശേഷം ഫോളോഡ് ബൈ കംപ്ലീറ്റ് ലൂസിഡിറ്റി, അത് ഡിസീസ് പ്രോഗ്രസ് ആകുമ്പോൾ ഷോർട്ടർ ആവും. അതിനുശേഷം ഓട്ടോണമിക് ഡിസ്ഫങ്ഷൻ, അത് കാരണം ലാക്രിമേഷൻ കൂടും, സലൈവേഷൻ കൂടും, പാസ്പിരേഷൻ കൂടും, ഗൂസ് ഫ്ലഷ് ഉണ്ടാവും, കാർഡിയക് അരിത്മിയസ് ഉണ്ടാവും, പ്രയാപ്സം ഉണ്ടാവും. ആൻഡ് വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇവർക്ക് ഹൈഡ്രോഫോബിയ കാണും, എയറോഫോബിയ കാണും. വെള്ളത്തിനോടും പേടി, എയറോഫോബിയ കാറ്റിനോടും അല്ലെങ്കിൽ എയറിനോടും പേടി. അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആക്ട് ഓഫ് ഫോളോയിങ് ചെയ്യുന്ന സമയത്ത്, നമ്മളിങ്ങനെ തുപ്പലൊക്കെ ഇറക്കുന്ന സമയത്ത് നമ്മൾ ഇൻവോളണ്ടറി മസിൽസ് അനങ്ങുമല്ലോ. ഇൻവോളണ്ടറി നമ്മൾ അബ്ഡോമിനൽ മസിൽസും ഒരു റെസ്പിറേറ്ററി മസിൽസും ലെൻജിൽ മസിൽസൊക്കെ നമ്മളൊന്ന് തുപ്പലിറക്കുമ്പോഴൊക്കെ ഇൻവോളണ്ടറി ആയിട്ട് മൂവ് ആവുമല്ലോ. അപ്പം അവരൊക്കെ ഭയങ്കരമായിട്ട് പെയിൻഫുള്ളി കൺട്രാക്ട് ചെയ്യും. അതാണ് പെയിൻഫുൾ സ്പാസം ഓഫ് റെസ്പിറേറ്ററി, ലാരിഞ്ചൽ ആൻഡ് ഫെറിഞ്ചൽ മസിൽസ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഈ ഓട്ടോണമിക് ഡിസ്ഫങ്ഷൻ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മാണ് അല്ലേ ഓട്ടോണമിക് ഫങ്ഷൻസ് എല്ലാം. അപ്പം ഈ ബ്രെയിൻ സ്റ്റെമ്മിന് നമ്മൾ വൈറസ് ബ്രെയിൻ സ്റ്റെമ്മിനെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവുന്നത്. അതായത് ഇതെല്ലാം ഡിസ്റെഗുലേറ്റായി പോകുന്നത്. അടുത്ത് നമ്മൾ പാരാലിറ്റിക് സ്റ്റേജ് കുറിച്ച് പറയാം. ഇത് 20% ആൾക്കാർക്കാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. പാർഷ്യലിയൊക്കെ വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് വരുന്നത്. പിന്നെ ഡോഗിനെക്കാളും ബാറ്റിൽ നിന്നാണ് പാരാലിറ്റിക് കൂടുതൽ വരുന്നത്. ഫ്ലാക്സിഡ് പാരാലിസിസ് ആണ് കാണുന്നത്. അതായത് എന്ന് വെച്ചാൽ നമ്മളെ മസിൽസ് കോൺട്രാക്റ്റഡ് ഒന്നും ആവാതെ, ടോൺ ഉണ്ടല്ലോ, മസിൽ ടോണൊക്കെ കുറഞ്ഞ് ഒട്ടും കോൺട്രാക്റ്റഡ് ആവാതെ ഇരിക്കുന്ന ഒരു സ്റ്റേജാണ് ഫ്ലാക്സിഡ് പാരാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ ക്വാഡ്രിപെരസിസ്, അപ്പർ ലിംബ് ലോവർ ലിംബ് എല്ലാം പാരാലിസിസ് ആവുന്നൊരു കണ്ടീഷൻ. പിന്നെ ഫേഷ്യൽ പാരാലിസിസും ഉണ്ടാവും. ഇതാണ് പാരാലിറ്റിക്. മെയിനായിട്ട് 4 ഫീച്ചേഴ്സാണ് പാരാലിറ്റിക്കിൽ ഓർക്കേണ്ടത്. പാർഷ്യലി വാക്സിനേറ്റഡ് ആൾക്കാരാണ് ഇത് കാണുന്നത്. ഡോഗല്ല, ബാറ്റാണ് റാബിസ് ഇത് കൊടുക്കുന്നത്. പിന്നെ ഫ്ലാക്സിഡ് പാരാലിസിസ് ആണ്, അതായത് കൺട്രാക്ഷൻ ഒന്നും കാണത്തില്ല, ടോൺ ഓഫ് മസിൽസിന് ടോൺ എല്ലാം പോകും. പിന്നെ എന്താണ്, ക്വാഡ്രിപെരസിസ് ആൻഡ് ഫേഷ്യൽ പാരാലിസിസ് ഉണ്ടാകും. അപ്പം 2 സ്റ്റേജ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? നമ്മൾ പ്രോഡോർമൽ ഫേസിനെ കുറിച്ച് പറഞ്ഞു, അക്യൂട്ട് ന്യൂറോളജിക്കൽ ഫേസിനെ കുറിച്ച് പറഞ്ഞു. അതിൽ എൻസെഫലറ്റിക് ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്ന കണ്ടീഷനാണ് 70% ആൾക്കാർക്ക്, അതിനെക്കുറിച്ച് പറഞ്ഞു. പാരാലിറ്റിക് സ്റ്റേജിനെ കുറിച്ചും പറഞ്ഞു. അടുത്ത് കോമ ആൻഡ് ഡെത്താണ്. ന്യൂറോളജിക്കൽ ഫേസ് കഴിഞ്ഞതിന് ശേഷം ഡെത്ത് എന്ന് പറയുമ്പോൾ സർട്ടനാണ്. അതിപ്പോൾ എൻസെഫലറ്റിക് സ്റ്റേജ് ആണെങ്കിലും പാരാലിറ്റിക് സ്റ്റേജ് ആണെങ്കിലും നമ്മളൊരു ഇൻക്യുബേഷൻ പീരീഡിൽ വാക്സിനും എല്ലാ കാര്യങ്ങളും എടുത്തില്ലെങ്കിൽ, വാക്സിനും പിന്നെ അല്ലെങ്കിൽ നമ്മുടെ റാബിസ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആൻറ്റിബോഡീസ് ഒന്നും എടുത്തില്ലെങ്കിൽ ഡെത്ത് എന്താണ്, സർട്ടനാണ്. അപ്പം എൻസെഫലറ്റിക് ആണെങ്കിൽ 2 വീക്സിൻ്റെ ഇടയിൽ തന്നെ, പാരാലിറ്റിക് ആണെങ്കിൽ 1 മാസം വരെ പോകും. പക്ഷേ ഡെത്ത് ഇസ് സർട്ടൻ. ഇതാണ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്. ചോദിച്ചാൽ ഫസ്റ്റ് നമ്മളെന്താ പറയും, എങ്ങനെ ഇൻക്യുബേഷൻ പീരീഡിനെ കുറിച്ച് പറയണം. ഇവിടെ ഒരു ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് 2 പോയിൻ്റ് ഉണ്ട്. പിന്നെന്താണ്, ക്ലിനിക്കൽ സ്പെക്ട്രത്തിനെ കുറിച്ച് 3 ഫേസിനെ കുറിച്ച് പറയണം, അതിനെക്കുറിച്ച് എഴുതണം. അടുത്ത ലാബ് ഡയഗ്നോസിസ്.